ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ട്, ഇതിനെ നമ്മൾ വി ഓഫ് ആർ എന്ന് പറയും. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ നമ്മൾ ഡെൽറ്റ യു ആണ് പറയുക. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് പറയുക. എവിടെ നോക്കിയാലും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള വ്യത്യാസം പറയാം. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഒരു കല്ല് ഞാൻ എടുത്ത്, നിലത്തിരിക്കുന്ന ഒരു കല്ല് അത് ഞാൻ മോളിക്ക് കൊണ്ടുവന്നു. മോളിക്ക് ഞാൻ കൊണ്ടുവന്നപ്പോൾ അതിന്റെ എനർജി കൂടിയോ കുറഞ്ഞോ? അപ്പോൾ നിങ്ങൾ പറയും എനർജി കൂടി. എനർജി കൂടാൻ കാരണം എന്താ? ഞാൻ ഇപ്പോൾ ഒരു കല്ല് ഞാൻ എടുത്ത് മോളിക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിന്റെ എനർജി ഇപ്പോൾ mgh ആണ്. ആദ്യം നിലത്തിരിക്കുമ്പോൾ അത് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, 0 ആണ്. ഞാൻ എടുത്ത് പൊക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തു. ഞാൻ ചെയ്ത വർക്കിന്റെ ഫലമായിട്ടാണ് ഈ മോളിക്ക് പൊന്തി വന്നത്. അതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി. അങ്ങനെയാണ് നമ്മൾ പറയാം. ഒരു സാധനം താഴത്തേക്ക് പോകുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും, മോളിക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, ഗ്രാവിറ്റേഷന്റെ കേസിൽ. അപ്പൊ എന്തുകൊണ്ടാണ്? എല്ലാ പൊട്ടൻഷ്യൽ എനർജിക്കും ഫിസിക്സിൽ ഡെഫിനേഷൻ ഉണ്ട്. ഫിസിക്സിൽ എല്ലാ പൊട്ടൻഷ്യൽ എനർജിയുടെയും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അറിയാലോ, uf മൈനസ് ui, യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമുക്ക് ഫോർമുല നോക്കി നോക്കാം. എന്താണ് ഫോർമുല പറയുന്നത്? ഇത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഇത് വർക്ക് ഡൺ. ഓക്കെ, പക്ഷെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. എന്താ നെഗറ്റീവിന്റെ അർത്ഥം? ഇത് വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ, ആ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, RHS ഫുള്ള് നെഗറ്റീവ് ആയി. അപ്പൊ ഡെൽറ്റ യു നെഗറ്റീവ് ആയി. അതായത് വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി കുറയും. ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴാണ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആവുക? ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും സെയിം ഡയറക്ഷനിലാണ്. അപ്പോഴാണ് വർക്ക് പോസിറ്റീവ് എന്ന് പറയുക. അങ്ങനെ വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയണം എന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. നമുക്ക് ഗ്രാവിറ്റിയുടെ കാര്യം എടുക്കാം. ഗ്രാവിറ്റിയിൽ ഒരു ബോളിന്റെ മാസ് m ആണ്. m മാസുള്ള സാധനം ഇതിപ്പോ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഗ്രാവിറ്റി അല്ല, അടിയിലോട്ടായിരിക്കും. ഫോഴ്സിന്റെ ഡയറക്ഷൻ mg എപ്പോഴും താഴത്തോട്ടായിരിക്കും, f. അപ്പൊ ഇത് പോസിറ്റീവ് ആവണം അല്ലെ? വർക്ക് ഡൺ പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും അടിയിലോട്ട് തന്നെ വരണം. അപ്പോഴാണ് വർക്ക് ഡൺ പോസിറ്റീവ് ആവുക. ഇപ്പൊ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പൊ വർക്ക് ഡൺ പോസിറ്റീവ് ആണെങ്കിൽ സാധനം താഴത്തോട്ട് വേണം. അപ്പോ താഴത്തോട്ട് വീണു കഴിഞ്ഞാൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കുറയും, നെഗറ്റീവ് ആവും. കറക്റ്റ് അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാം. താഴത്തേക്ക് വരെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ഇനി വർക്ക് ഡൺ എപ്പോഴാ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് വരിക? വർക്ക് ഡൺ നെഗറ്റീവ് ആവണം. വർക്ക് ഡൺ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ സാധനം നെഗറ്റീവ് ആയി. ഈ നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആയി. അപ്പൊ എന്താവും? പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആവും. നോക്കി നോക്കാം. എപ്പോഴാ വർക്ക് ഡൺ നെഗറ്റീവ് ആവുക? ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണം. ഇപ്പോഴാണ് വർക്ക് ഡൺ നെഗറ്റീവ് ആവുക. അപ്പോ ഒരു സാധനം ഞാൻ അടുത്തിട്ട് പൊക്കുമ്പോ ഫോഴ്സ് ഗ്രാവിറ്റി അടിയിലോട്ടായിരുന്നു. ഞാൻ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് മോളിക്കാണ്. അപ്പോ ഇവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആയി. വർക്ക് ഡൺ നെഗറ്റീവ് ആയപ്പോ ആ നെഗറ്റീവ് പോസിറ്റീവ് ആയി. പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയി. പൊട്ടൻഷ്യൽ എനർജി കൂടി. കറക്റ്റ് അല്ലേ? ഒരു സാധനം ഞാൻ ഹൈറ്റിലായി കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി, mgh ആണ് നിങ്ങൾ പറയും. ആ പൊട്ടൻഷ്യൽ എനർജി കൂടി. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഇതെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എന്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്, ക്യൂ. അതിവിടെ ഇരിക്കുകയാണ്. അതിവിടെ ഫിക്സ്ഡ് ആണ്. ഈ ചാർജ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവിടെ ഇരിക്കുകയാണ്. ഞാൻ ക്യൂ നോട്ട് എന്ന് പറഞ്ഞൊരു ചാർജ് r ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടൻഷ്യൽ u ഈക്വൽ ടു 1/4πε0 q നോട്ട് ബൈ r ആയിരിക്കും. ഇതെന്താണ്? വെക്ടർ ആണോ സ്കാലർ ആണോ? ഇത് സ്കാലർ ആണ്. സംശയത്തിന്റെ കാര്യമില്ല, കാരണം എനർജിയാണ്. എനർജിക്ക് ഡയറക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഒരു സ്കാലർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ മനസ്സിലാക്കുക, യു ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എന്റെ ചാർജ് ക്യൂ ആണ്.
അപ്പോൾ ക്യൂനെ ഡിപ്പെൻഡ് ചെയ്യും, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ക്യൂനെ അല്ലാതെ വേറെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്റെ ചാർജ് ക്യൂ ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ക്യൂ അല്ലാതെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്യൂ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ക്യൂനോട്ട് ഡിപ്പെൻഡ് ചെയ്യും. ക്യൂനോട്ട് മാറുന്നതനുസരിച്ച് യു മാറും. അതായത് ഞാൻ കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യും. പോരാത്തതിന് ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് യു ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്യൂനോട്ടിനെയും ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു പോയിന്റ് ഫംഗ്ഷൻ അല്ല. പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടും. അപ്പൊ ഇത് ആറിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുവരുന്ന ചാർജിനെയും കൊണ്ടുവരുന്ന പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു പോയിന്റ് ഫംഗ്ഷൻ മാത്രമല്ല, അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് യു. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പൊട്ടൻഷ്യല്. ഇപ്പോ ഞാൻ ക്യൂനോട്ട് ഇൻഫിനിറ്റിയിൽ എന്ന് വിചാരിക്കുക. ആദ്യം ക്യൂനോട്ട് ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ക്യൂനോട്ട് വളരെ ദൂരത്താണ്. അപ്പൊ ഇനീഷ്യലി ഇവിടെ ക്യൂനോട്ട് ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ആദ്യം ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഇവിടെ കൊടുന്നു വെച്ചു. ഞാൻ വർക്ക് ചെയ്യണ്ട, ഇവിടെ വേറെ എവിടെയും ചാർജ് ഇല്ല. അപ്പൊ അതിന്റെ മുകളിൽ റിപ്പൾസീവ് ഫോഴ്സോ അട്രാക്റ്റീവ് ഫോഴ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണ്ട, എനിക്ക് ജോലിയും വേണ്ട, അതിനിവിടെ വെറുതെ കൊണ്ട് വന്നുകൊണ്ടിരുന്നോളൂ, അതിനെവിടെ വേണ്ടി പോയിരിക്കാം. അപ്പോൾ വർക്കൊന്നും ചെയ്യണ്ട അല്ലെ. ഫോഴ്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിരിക്കും, ക്യൂ അവിടെ വന്നിരിക്കും. അപ്പോൾ ക്യൂനോട്ട് എന്ന് പറഞ്ഞ ചാർജ് ഞാൻ ക്യൂനോട്ട് എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവരികയാണ്. ക്യൂനോട്ട് ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ക്യൂനോട്ട് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഡിസ്റ്റൻസ് എവിടെയാണ്? ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതായത് ഉണ്ടാവും. നോക്കി നോക്കാം. യു എന്തായിരിക്കും? യു ഇനീഷ്യൽ എന്തായിരിക്കും? 1/4πε0 Q0/R എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഇത് എന്തുപോലെയാണ്? ഇത് 1/∞ അല്ലേ? 1/∞ എന്താണ്? 0 ആണ് അല്ലെ? 1/∞. 1 എന്ന് പറഞ്ഞ നമ്പറിനെ വലിയൊരു നമ്പർ കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം 10 കൊണ്ട് ഹരിച്ചാൽ 0.1 ആണ്, 100 കൊണ്ട് ഹരിച്ചാൽ 0.01 ആണ്. എനിക്ക് അപ്പൊ ഇത്ര പോകുന്നത് ഇൻഫിനിറ്റി പറഞ്ഞാൽ അങ്ങനെ പൂജ്യമാണ് അല്ലെ? എനിക്ക് വേണമെങ്കിൽ 2 കൊല്ലം ഇവിടെ നിന്ന് പൂജ്യം ഇടാം. അത്രയും വലിയ നമ്പർ കൊണ്ട് 1 ഡിവൈഡ് ചെയ്താൽ വളരെ ചെറിയ നമ്പറാണ് കിട്ടുക. അത് നമ്മൾ 0 എന്ന് പറയുന്നത്. 1/∞ 0 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇൻഫിനിറ്റിയിലായിരുന്നു ചാർജ്. അപ്പോൾ ഇപ്പൊ തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല. യു ഐ ഈക്വൽ 0 കിട്ടി. ഇനി ഞാൻ ഈ ചാർജിനെ എടുത്തിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് ആറിൽ കൊടുന്ന് വെച്ചു. അപ്പൊ ഇതാണ് എന്റെ യു എഫ്, ഇതാണ് എന്റെ ഫൈനൽ സ്റ്റേജ്. അപ്പൊ യു എഫ് എന്തായിരിക്കും? യു എഫ് ഈക്വൽ ടു 1/4πε0 Q0/R. ഇതാണ് യു എഫ്. അപ്പോ ഇൻഫിനിറ്റിയിലായിരുന്നു ചാർജ് ആയിരുന്നു. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ ആ ചാർജിനെ എടുത്തിട്ട് എവിടെ കൊടുന്നു വെച്ചു? ആറിൽ കൊടുന്നു വെച്ചു. അപ്പോ ഇതാണ് യു എഫ്. അപ്പൊ ഡെൽറ്റ യു എന്തായിരിക്കും? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അതായത് വർക്ക് ഡൺ എന്തായിരിക്കും? അതെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഡെൽറ്റ യു. അതിന് നമുക്ക് വർക്ക് എന്ന് പറയാം. വർക്ക് ഈക്വൽ ടു എത്രയായിരിക്കും? യു എഫ് മൈനസ് യു ഐ. യു എഫ് 1/4πε0 Q0/R മൈനസ് 0. ഇപ്പൊ എന്ത് കിട്ടും? 1/4πε0 Q0/R. അപ്പൊ എന്താ പറയുന്നത്? ഒരു Q0 എന്ന് പറഞ്ഞ ചാർജിനെ, ഒരു Q ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. Q ചാർജ് കൊണ്ടുവരാൻ ഞാൻ വർക്കൊന്നും ചെയ്യണ്ട, കാരണം ഇവിടെ വേറെ ചാർജുകളൊന്നുമില്ല. അപ്പൊ Q0 Qനെ അവിടെ കൊടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ Q0 എടുത്തിട്ട് വരികയാണ്. എവിടെ നിന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ Q0 R എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്കാണ് 1/4πε0 Q0/R. അപ്പൊ ഈ വർക്ക് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ദൂരത്തുനിന്ന് ഒരു Q0 ചാർജിനെ ആറിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്കാണ് 1/4πε0 Q0/R. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു 2 ചാർജ് പ്രോപ്പർട്ടിയാണ് അല്ലെ? ഒരു 2 ചാർജ് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3 ചാർജിനെ കൊണ്ടുവരണം. ഞാൻ 1 ചാർജിനോട് കൊണ്ടുവന്ന്, 2 ചാർജിനോട് കൊണ്ടുവന്ന് 3 ചാർജിനെ കൊണ്ടുവരണം. എങ്ങനെ വർക്ക് ഡിഫൈൻ ചെയ്യും? വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള 2 ചാർജിനാണ് അല്ലെ? ഒരു പെയർ ഓഫ് ചാർജിനാണ് നമ്മൾ വർക്ക് ഡിഫൈൻ ചെയ്യുക. ഒരു പെയർ ഓഫ് ചാർജിനാണ്. അപ്പൊ എനിക്ക് 3 ചാർജ് കൊണ്ടുവരണം. അപ്പൊ എന്തായിരിക്കും? സിമ്പിൾ ആണ്. അതായത് ഒരു ഉദാഹരണം ഞാൻ നോക്കാം. നമ്മളിതിലോട്ട് പിന്നെയും വരും. നല്ലൊരു ഇവിടെ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറയാം. അതായത്
അതായത് 3 ചാർജിനെ കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്യൂ നോട്ടിന് ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്ക്, അതായത് ഈ ആദ്യ സാധനം കൊണ്ടുവരാൻ ഞാൻ വർക്കൊന്നും ചെയ്യണ്ട. ക്യൂ നോട്ടിന് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 ക്യൂ നോട്ട് ബൈ ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ r ആണ്. ആ മൊത്തം വർക്ക് എത്രയാണ്? ക്യൂ നോട്ട് കൊണ്ടുവരാൻ ഞാൻ വർക്കൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത വർക്ക് ക്യൂ നോട്ടിന് കൊണ്ടുവരാനാണ്. അപ്പൊ ഈ 2 ചാർജ് ഇങ്ങനെ വെക്കാൻ ഞാൻ ചെയ്യുന്ന ടോട്ടൽ വർക്ക് ആദ്യം ചെയ്ത 0 വർക്ക് പ്ലസ് ഇപ്പൊ ചെയ്ത ഈ വർക്ക്, അപ്പൊ ടോട്ടൽ വർക്ക് ഈ ഡബ്ല്യു ആണ്. ഇങ്ങനെ 3 ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലോ നോക്കി നോക്കാം. അപ്പോ ഇതന്നെ മതി. ഞാൻ ആദ്യം ക്യൂവിനെ കൊണ്ടുവന്നു. ക്യൂവിനെ കൊണ്ടുവരാൻ ഞാൻ വർക്കൊന്നും ചെയ്യണ്ട അല്ലെ, ക്യൂവിനെ കൊണ്ടുവരാൻ വർക്കൊന്നും ചെയ്യണ്ട. ഞാൻ പിന്നെ അവിടെ കാരണം ചുറ്റും ചാർജ് ഒന്നുമില്ല. പിന്നെ ഞാൻ Q1 ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ Q1 കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്യൂ ഉണ്ട് എതിർക്കാം. ക്യൂവിന്റെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആണ് ഞാൻ കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യേണ്ട വർക്കാണ് ഇത് അല്ലെ, Q1/r. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ചാർജിനെ ഇപ്പൊ മൊത്തം 2 ചാർജ് ആയി, ഒരു ചാർജിനും കൂടി കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഇത് ഈ ഡിസ്റ്റൻസ് ഞാൻ ഇത് 1 ഇത് 2, അപ്പൊ 1 2 ഡിസ്റ്റൻസ് r12. ആ പേരൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ തേർഡ് ചാർജിനെ കൊണ്ടുവരികയാണ്. തേർഡ് ചാർജിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുകയാണ് Q3ലോട്ട്. Q3യിൽ നിന്ന് കൊടുത്തിട്ട് 1ൽ നിന്ന് r13 അകലെയും Q2ൽ നിന്ന് r23 അകലെയും വെക്കുകയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കണം, Q3 ഞാൻ കൊണ്ടുവരുമ്പോൾ എന്നെ ഓപ്പോസ് ചെയ്യാൻ 2 ചാർജുകളുണ്ട്. ഒന്ന് Q1 ഒന്ന് Q2. നമുക്കറിയാം വർക്ക് 2 ചാർജിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പോ ഇവിടെ ഞാൻ ചെയ്യേണ്ട വർക്ക് Q3 കൊണ്ടുവരാൻ ഞാൻ ആദ്യം കൊണ്ടുവരുമ്പോൾ Q3 കൊണ്ടുവരുമ്പോൾ Q1 എതിർക്കും Q2 എതിർക്കും. അപ്പൊ നമുക്ക് Q1 കാരണമുള്ള വർക്ക് എത്ര ചെയ്യേണ്ടി വരും നോക്കാം. അപ്പോ W വർക്ക് ഡൺ ബിറ്റ്വീൻ 3 and 1 അല്ലെ, 3 and 1 കാരണമുള്ള വർക്ക് നോക്കി നോക്കാം. എത്രയായിരിക്കും? 1/4πε0 Q1 Q3/r13. അതുപോലെ തന്നെ Q3 വരുമ്പോൾ Q2 എതിർക്കും. അപ്പൊ വർക്ക് ഡ്യൂ ടു 3 എന്തായിരിക്കും? 1/4πε0 Q2 Q3/r23. അപ്പോ ഇതാണ് Q3 കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്ന ടോട്ടൽ വർക്ക് അല്ലെ. അതിന് Q1 എതിർക്കും, Q1 അതിനെ ഒന്ന് ഓപ്പോസ് ചെയ്യും. അതുപോലെ തന്നെ Q2 ഒന്ന് ഓപ്പോസ് ചെയ്യും. Q1 ഓപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട വർക്കാണ് ഇത്. Q2 ഓപ്പോസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട വർക്കാണ് ഇത്. അപ്പൊ ഇതാണ് മൊത്തം Q3 എന്ന് പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക്. ആ മൊത്തം ഈ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനത്തെ ഒരു 3 സാധനത്തിന് ഇങ്ങനെ വെക്കാൻ ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കും? Q1 കൊണ്ടുവരാൻ വർക്കൊന്നും ചെയ്യേണ്ട, Q2 കൊണ്ടുവരാൻ ചെയ്ത വർക്കാണ് ഇത്, Q3 കൊണ്ടുവരാൻ ഞാൻ ചെയ്ത വർക്കാണ് ഇത്. അപ്പൊ മൊത്തം ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടാക്കാൻ ഞാൻ ചെയ്ത ടോട്ടൽ വർക്കാണ് ഈ കാണുന്ന സാധനം. ഇതാണ് ഞാൻ ചെയ്യുന്ന ടോട്ടൽ വർക്ക്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ V of R എന്ന് പറയും. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നാണ്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V of R വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം വർക്ക് എന്താണ്. വർക്ക് എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞ ചാർജ് ഇരിക്കുന്നു. Q എന്റെ ഫിക്സ്ഡ് ചാർജ് ആണ്. ഞാൻ കൊണ്ടുവരുന്ന ചാർജ് ആണ് Q നോട്ട്. ഇൻഫിനിറ്റിയിൽ നിന്നും ഞാൻ കൊണ്ടുവരുന്ന ചാർജാണ് Q നോട്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ആരെ കൊണ്ടുവരാനാണ്? Q നോട്ടിനെ കൊണ്ടുവരാനാണ്. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് Q നോട്ട്. ഈ കൊണ്ടുവരുന്ന അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നു. ആ വർക്കാണ് 1/4πε0 Q നോട്ട് ബൈ R. പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ V ഓഫ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കാണ്. അതിനാണ് നമ്മൾ V എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ Q നോട്ട് ചാർജാണ് കൊണ്ടുവരുന്നെങ്കിൽ വർക്ക് ഇതാണ്. അപ്പോ ഞാൻ കൊണ്ടുവരുന്ന ചാർജ് യൂണിറ്റ് ചാർജ് ആണ്. അതായത് Q നോട്ട് 1 ആണ്. Q നോട്ടിന് പകരം 1 ഇടണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? അതിനാണ് നമ്മൾ V എന്ന് പറയാം. അപ്പൊ എന്താവും? 1/4πε0 Q നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്, യൂണിറ്റ് പോസ്റ്റ് ചാർജ് ആണ്, ബൈ R. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? V എന്ന് പറയാം. നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോ ഞാൻ ചെയ്യുന്ന വർക്ക് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? Q. അത് ഫിക്സഡ് ആണ്. എനിക്കറിയുന്നതാണ്. ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. Q ഞാൻ ഓൾറെഡി എടുത്ത ചാർജ് അല്ലേ, അതിനെക്കുറിച്ച് ഇതാവണ്ട. 4πε0 അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആകെ വേരി ചെയ്യുന്നത് ഈ ഞാൻ എങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവരാണ് പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ആര്? V. അതുകൊണ്ടാണ് നമ്മൾ V എന്ന് പറയുന്നത് V ഓഫ് R എന്ന് പറയുന്നത്. V പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?
ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും W is equal to എന്താണ്, ഇതല്ലേ V, ഇതല്ലേ V. നമുക്ക് എന്താ പറയാം, W is equal to Q naught into V. ഞാൻ കൊണ്ടുവരുന്ന ചാർജ് ഇന്റെ പൊട്ടൻഷ്യൽ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അവിടുത്തെ വർക്ക് കിട്ടും. ഓക്കെ, ആ സിമ്പിൾ ആസ് ദാറ്റ്. ഇതൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വി ആറ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. വി ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വി ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, സ്കേലാർ ആണ്. ഇതൊരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കേലാർ സാധനമാണ്, സ്കേലാർ ആണ്. അത് ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോഴ്സ് വെക്ടർ ഡിപ്പെൻഡ് ആണ്. നമുക്ക് ഫോഴ്സിന്റെ മുകളിൽ നമ്മളൊരു വര ഇടും അല്ലെ, അതായത് ഫോഴ്സ് എഫ് ഓഫ് ആർ എന്നാണ് എഴുതുക അല്ലെ. ഫോഴ്സ് ആറിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ഞാനിപ്പോ ഒരു പോസ്റ്റ് ചാർജ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ എവിടെ വെക്കുന്ന അനുസരിച്ച് ഡയറക്ഷൻ മാറുന്നുണ്ട്. അതാണ് ഫോഴ്സ് ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. പൊട്ടൻഷ്യല് വെക്ടർ ഫംഗ്ഷൻ അല്ല, അത് ആറിന്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ആറിന്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, വി ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതായത് ഞാൻ ഒരു ചാർജ് എടുത്തു ക്യൂ, അവിടെ നിന്ന് ആറ് ഡിസ്റ്റൻസിൽ ഞാൻ നീങ്ങി കഴിഞ്ഞാൽ എനിക്ക് വാല്യൂ കിട്ടും. അതിനാണ് നമ്മൾ വി ഓഫ് ആർ എന്ന് പറയുന്നത്. ഞാൻ എങ്ങോട്ട് നീങ്ങുന്നു നോക്കണ്ട, ഞാൻ നീങ്ങുന്ന എത്ര ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അതാണ് വി ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇങ്ങോട്ട് ആറ് നീങ്ങിയാലോ എനിക്ക് ഈ ഉത്തരം തന്നെ കിട്ടും അല്ലെ, എനിക്ക് ഉത്തരം തന്നെ കിട്ടുക. കാരണം ഞാൻ എത്ര നീങ്ങുന്ന മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒറ്റോടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിവിടെ ഒരു വട്ടം വരച്ചാൽ അതിന്മേലായ്മയുള്ള പൊട്ടൻഷ്യൽ വി ഓഫ് ആർ സെയിം ആയിരിക്കും. കാരണം ഒരു വട്ടത്തിന് സെൻട്രലുള്ള ഡിസ്റ്റൻസ് ഒക്കെ എത്രയാണ്, 6ആണ്. വട്ടമല്ല, ഇതൊരു സ്ഫിയർ ആയാലും മതി. ആ സ്ഫിയറിനുള്ള എല്ലാ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇതിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റില് വി ഓഫ് ആർ എന്നൊരു ഡെറിവേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ഇന്ന് ചെയ്യാം. വി ഓഫ് ആറിന്റെ ഡെഫിനിഷൻ ചെയ്യാം. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പൊട്ടൻഷ്യൽ, വർക്കിനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു. ഡെൽറ്റ യു ഈക്വൽ ടു വർക്ക് ഞാൻ പറഞ്ഞു എന്തായിരുന്നു, ഇന്റഗ്രൽ മൈനസ് എഫ് ഡോട്ട് ഡി ആർ ആണ്. വർക്ക് പെർ യൂണിറ്റ് ചാർജ് ആണ് ആര്, പൊട്ടൻഷ്യൽ. അപ്പൊ ഡബ്ല്യു ബൈ ക്യൂ നോട്ട് ആണ് ആര്, പൊട്ടൻഷ്യൽ. ഇതിനാണ് നമ്മൾ വി ഓഫ് ആർ എന്ന് പറയാം. അപ്പൊ എന്ത് വരും, മൈനസ് എഫ് ബൈ ക്യൂ നോട്ട് ഡി ആർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എന്ന് പറഞ്ഞാൽ ക്യൂ നോട്ട് ഇ ആണ് അല്ലെ. ഇപ്പൊ ക്യൂ നോട്ട് ഇ ബൈ ക്യൂ നോട്ട് എന്ത് കിട്ടും, ഇന്റഗ്രൽ മൈനസ് എഫ് ബൈ ക്യൂ നോട്ട്. എഫിനെ ക്യൂ നോട്ട് കൊണ്ട് ഇവിടെ എനിക്ക് ഇ കിട്ടും, ഇ ഡോട്ട് ഡി ആർ. എവിടെ നിങ്ങളുണ്ടായും കൊണ്ടുവരുന്നത്, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലോട്ട് അല്ലെ. ഇത് ചെയ്യാൻ തട്ടി ഇയുടെ ഫോർമുല എന്താ, മൈനസ് ഇൻഫിനിറ്റി ടു ഗിവൺ പോയിന്റ് 1/4 എപ്സിലോൺ നോട്ട് ക്യൂ ബൈ ആർ സ്ക്വയർ ഡി ആർ. എന്താ കിട്ടുക, ക്യൂ ബൈ ആർ സ്ക്വയറിന്റെ മൈനസ് 1/r ആണ്. ഇന്റഗ്രൽ 1/r. അപ്പൊ എന്ത് വരും, ക്യൂ ബൈ 4 എപ്സിലോൺ നോട്ട് 1/r സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് 1/r ആണ്. മൈനസ് 1/r ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഇവിടെ മൈനസ് ഉണ്ട് അല്ലെ, ഈ ഒരു മൈനസ് ഇവിടെ ഉണ്ട്. 1/r സ്ക്വയറിന്റെ ഇന്റഗ്രൽ മൈനസ് 1/r ആണ്. അപ്പൊ ഈ മൈനസും കൂടി പോയി. അപ്പോ എന്താ കിട്ടുക, ആദ്യം 6 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും, ക്യൂ ബൈ 4 എപ്സിലോൺ നോട്ട്. ആദ്യം 6 കൊടുക്കുക, പിന്നെ ഇൻഫിനിറ്റി കൊടുക്കുക. 1/r എന്ന് പറഞ്ഞാൽ 1/r മൈനസ് 1/ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ എന്ത് കിട്ടും, ക്യൂ ബൈ 4 എപ്സിലോൺ നോട്ട് ആർ. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, വി കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് ഇങ്ങനെയാണ് കിട്ടുന്നത്, 1/4 എപ്സിലോൺ നോട്ട് ക്യൂ ബൈ ആർ. അതിങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി പൊട്ടൻഷ്യൽ കൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെ, പൊട്ടൻഷ്യൽ കൊണ്ടുള്ള ഗുണം എന്താണ് ഇപ്പൊ പറയാം. പൊട്ടൻഷ്യൽ കൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എളുപ്പമാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ്. വി കണ്ടാൽ വി സ്കേലാർ ആണ്, ഇത് സ്കേലാറാണ്. സ്കേലാർ കാണാൻ വളരെ എളുപ്പമാണ്. സ്കേലാർ ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്പർ ആഡ് ചെയ്യുന്ന പോലെ നമുക്കറിയാം, നമ്പർ ആഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് കൂട്ടിയാൽ മതി. ഈക്കാണ് ഡയറക്ഷൻ നോക്കേണ്ടത്. അപ്പൊ എനിക്കൊരു സ്കേലാർ പറഞ്ഞാൽ അതിനെ ഡെറിവേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരം വെക്ടർ ആയിരിക്കും. അപ്പൊ ഒരു സ്കേലാർ എനിക്കൊരു വെക്ടർ കിട്ടും. അധികം തലവേദനയൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ വിചാരിക്കാം ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ചാർജിൽ നിന്ന്
ആ സെഡ് ഡിസ്റ്റൻസില് വേണ്ട 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 ഇവിടെ ഒരു റിംഗ് ഉണ്ട്, ഒരു റിംഗ് ഉണ്ട്, റിംഗ് ഉണ്ട്. റിംഗിൽ നിന്നും സെഡ് ഡിസ്റ്റൻസില് പൊട്ടൻഷ്യൽ കാണണം. സെഡ് ഡിസ്റ്റൻസിൽ റിംഗിന്റെ റേഡിയസ് R ആണ്. അപ്പോ റിംഗിൽ നിന്നും റിംഗിന്റെ സെന്ററിൽ നിന്നും സെഡ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട് P. ഇതിനുള്ള ടോട്ടൽ ചാർജ് Q ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഈ റിംഗിന്റെ മുകളിൽ ചാർജ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പോ ഈ റിംഗ് കൊണ്ടുള്ള പിയിലുള്ള പോയിന്റില് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ഇത് ചെറിയ ഈ ക്യൂ എനിക്ക് മൊത്തം ചാർജ് Q ആണ്. ചെറിയ 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 കഷ്ണങ്ങളാക്കാം, ഡി ക്യൂ ആയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. ആ ഡി ക്യൂ ഒക്കെ കൂടി കൂട്ടി Q ആണ്. അപ്പൊ ഞാൻ ഡി ക്യൂ ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. എന്നിട്ട് ആ ഡി ക്യൂ എങ്ങനെ പൊട്ടൻഷ്യൽ ആണ് ഫോർമുല എന്താ? V of R എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 Q/R ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങൾക്കറിയാം റിംഗ് ഇങ്ങനെയാണ്. റിംഗിൽ നിന്ന് ഒരു സെറ്റ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റിംഗിന്റെ എവിടെ നിന്ന് എടുത്താലും ഈ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം റിംഗ് ഒരു സർക്കിൾ അല്ലേ. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു P ഡിസ്റ്റൻസ് ആണ് എടുത്തത്. അപ്പൊ ഈ ഇതിന്റെ റിംഗിന്റെ ഏത് സർഫസിൽ നിന്നും ഈ പോയിന്റിലുള്ള എല്ലാ പോയിന്റിലുള്ള ദൂരവും സെയിം ആയിരിക്കും. ആ ദൂരത്തിലായിരിക്കും. ദൂരം നോക്കിയാൽ മനസ്സിലാവും ദൂരത്തിലായിരിക്കും. ഇത് സെറ്റ് ആണ്, ഇത് R ആണ്. അപ്പൊ √R² + Z² ആണ് അല്ലെ. അപ്പൊ ഞാൻ ഇത് കുറെ DQ കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പൊ ചെറിയ DQ കാരണം ഉണ്ടാവുന്ന ചെറിയ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ചെറിയ DQ കാരണം ഉണ്ടാവുന്ന ചെറിയ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4πε0 DQ ബൈ ചാർജിന്റെ DQ ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √R² + Z² ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ചെറിയ പൊട്ടൻഷ്യൽ. ഇതുപോലെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓരോ DQ കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ മൊത്തം പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അപ്പൊ ഈ എല്ലാം കാരണം dVR ആഡ് ചെയ്യാം. എല്ലാവരും കാരണം dVR ആഡ് ചെയ്യാം. അതായത് പ്ലസ് അടുത്ത പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അടുത്ത DQ കാരണം പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1/4πε0 DQ ബൈ √R² + Z² പ്ലസ് പിന്നെയും ഇതന്നെ അങ്ങനെ മൊത്തം DQ എല്ലാ DQ കൂടി ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാറ്റിന്റെയും എന്ത് സെയിം ആണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്ററിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ന്യൂമറേറ്ററിൽ മൊത്തം V of R കാണാം. മൊത്തം V of R കാണാം. എല്ലാ dV of R കൂടി ആഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമ്മളതിന് ഇന്റഗ്രേഷൻ എന്നും പറയും അല്ല, ആഡ് ചെയ്യുന്ന നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയാം. അപ്പൊ ഞാൻ ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ പുറത്തേക്ക് എടുക്കണം. ഡിനോമിനേറ്റർ എല്ലാവരും കോമൺ ആണ്. അപ്പൊ ഡിനോമിനേറ്ററിന്റെ പുറത്തേക്ക് എടുക്കണം. അപ്പൊ എന്താ കിട്ടുക? 1/4πε0 √R² + Z² അല്ലെ ഇൻറ്റു DQ പ്ലസ് എല്ലാ DQ കൂടി കൂട്ടും അല്ലെ. അങ്ങനെയല്ലേ വരിക? എല്ലാ DQ കൂടി ഞാൻ കൂട്ടി എനിക്ക് എത്ര കിട്ടുക? ടോട്ടൽ ചാർജ് Q ആണ് കിട്ടുക. അപ്പൊ എന്ത് കിട്ടി? Q/4πε0 √R² + Z². ഇതാണ് എന്റെ എന്ത് പൊട്ടൻഷ്യൽ. ഇതാണ് എന്റെ പൊട്ടൻഷ്യൽ. ഒരു റിംഗ് കൊണ്ടുള്ള പൊട്ടൻഷ്യലാണത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇയാണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നമ്മളിവിടെ വെക്ടർ അഡീഷൻ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. വെക്ടർ അഡീഷൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഈ കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? del of V കണ്ടാൽ മതി. വീനെ ഡെറിവേറ്റ് ചെയ്താൽ മതി. അപ്പൊ നോക്കി നോക്കാം. E is equal to del V ആണ്. del V പറഞ്ഞാൽ ഇവിടെ R നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താണ്? ∂V/∂R ആണ്. ഇവിടെ മാറുന്ന സെറ്റ് ആണ് അല്ലെ. ഇത് V of Z ആണ് കേട്ടോ. ഫംഗ്ഷൻ ഓഫ് സെറ്റ് ആണ്. സെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ആറിനെ ഡിപ്പെൻഡ്. ഓക്കെ R ഇതാണ് സെറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. സെറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ ∂V/∂Z ആണ് ചെയ്യേണ്ടത്. ∂V/∂Z ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ കിട്ടുക? ഇതിനെ എങ്ങനെ എഴുതാം? Q/4πε0 നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് എഴുതാം R² + Z² all raised to -1/2 എന്ന് എഴുതാം. ഇതിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല. ഇതാണ് V. അപ്പൊ ഞാൻ ∂V/∂Z ചെയ്യാണ്. ∂V/∂Z ആണ്. അതാണ് del V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ V സെറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. ∂V/∂Z ആണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും
ക്യൂ ബൈ 4πε0 എന്താ വരിക ചെയ്യാറിയാലോ -1/2 കൊണ്ട് വരും -1/2 ഇൻറ്റു r² + z² all raised to -3/2 ഇൻറ്റു 2z വരും അല്ലേ. ഈ 2 വെട്ടിപ്പോയി ബാക്കി എന്താ കിട്ടുക? അപ്പം എന്താ കിട്ടും എനിക്ക്? Qz ബൈ ഒരു മൈനസ് ഫ്രണ്ടിലുണ്ട് 4πε0 r² + z² -3/2 ആണ്. ആ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 3/2 വരും. ഇതാണ് എൻ്റെ എന്ത് ഡെൽ വി. ആ മൈനസ് ഡെൽ വി എന്താ? മൈനസ് ഡെൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൈനസ് ഡെൽ വി. ഇതല്ലേ എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു Qz ബൈ 4πε0 r² + z² റേസ് ടു 3/2. ഡെൽ ചെയ്യുമ്പോൾ ഒരു സെറ്റ് ക്യാപ്പ് വരും കേട്ടോ. ഡെൽ ചെയ്യുമ്പോൾ സെറ്റ് ക്യാപ്പ് വരും. സെറ്റ് ക്യാപ്പ് അല്ലെ ഡെൽ ഡിഫൈൻ ചെയ്യുമ്പോൾ സെറ്റ് ക്യാപ്പ് വരും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ റിംഗ് കണ്ടിട്ടുണ്ട് വെക്ടർ അഡീഷൻ ഒക്കെ വെച്ചിട്ട്. അപ്പൊ കിട്ടിയ എത്രയാണിത്? അപ്പൊ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, നേരിട്ട് വെക്ടർ നോക്കാണ്ട് ചെയ്യാം. അതാണ് പൊട്ടൻഷ്യനോടുള്ള ഉപകാരം.